ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ പലതവണ ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ റോബോട്ടിക് വാക്വം ക്ലീനറിൻ്റെ ഒരു റിവ്യൂ. എങ്ങനെയുണ്ട് അത്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ റേറ്റ് എത്രയാണ്, മെറിറ്റ്സ് എന്താ, ഡീമെറിറ്റ്സ് എന്താ, അങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാം. And yeah, this video is all about my robotic vacuum cleaner. So welcome to the video. അപ്പോൾ ഇതാണ് എൻ്റെ ഐലൈഫിൻ്റെ റോബോട്ടിക് വാക്വം ക്ലീനർ. ഞാനൊരു 3-3.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാക്വം ക്ലീനറാണിത്. ഇതിൻ്റെ പാർട്സ് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഈ കാണുന്ന പോർഷനില്ലേ, ഇതാണ് ശരിക്കും ഇതിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. ഈ സാധനം കറക്റ്റ് കണ്ടീഷൻ ആണെങ്കിലാണ് എഡ്ജ് ഡിറ്റക്റ്റ് ചെയ്യുക, ഒബ്ജക്റ്റിനെ കാണുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ യു ക്യാൻ സീ എ ബട്ടൺ ഹിയർ ക്ലീൻ, കണ്ടോ? അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഇറ്റ് മൂവ്സ്. അതുപോലെ അതിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇനി ഇതിന് പകരം യു ക്യാൻ യൂസ് എ റിമോട്ട്. സോ ഇതാണ് ആ റിമോട്ട്. ഈ റിമോട്ട് ആണെങ്കിൽ പോലും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. ഇതിൽ യു ക്യാൻ സീ ദ ടൈമിംഗ്, അതായത് ഇതിലെ ഓപ്ഷൻസ് ഒന്ന് പറയാം, അപ്പോഴാണ് ഇതിൻ്റെ റെലവൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ അഗെയിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ആണ്, കണ്ടോ? ഇത്രയേ ഉള്ളൂ. ആൻഡ് ദീസ് ആർ ഫോർ ദി അപ്പ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്സ്. ഇനി ഈ കാണുന്നത് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇഫ് യു വോണ്ട് ടു സ്കെഡ്യൂൾ യുവർ ക്ലീനിങ്, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. അതുപോലെ യു ക്യാൻ സീ ഒരു റിമൈൻഡർ ഹിയർ. ഇത് സ്പൈറൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനാണ്. അതായത് ഇഫ് യു വോണ്ട് ടു ടേക്ക് ഡസ്റ്റ് ഫ്രം ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക, വേറെ എങ്ങോട്ടും പോകണ്ട എങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് ഓപ്ഷൻ. അപ്പോൾ അതൊരു സ്പൈറൽ മൂവ്മെൻറ്റിൽ മാത്രമേ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഇത് ടർബോ മോഡാണ്, നമ്മൾ എ സിയിലൊക്കെ പറയത്തില്ലേ, അതേപോലെയുള്ളതാണിത്, ടർബോ. ആൻഡ് ഇത് എഡ്ജ് ഉണ്ട്, അതായത് എഡ്ജിൽ കൂടെ മാത്രം ഇത് മൂവ് ചെയ്യും. ആൻഡ് ദെൻ ഹോം ബട്ടൺ. ഹോം ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ചാർജിങ് ഡോക്കിലോട്ട് ഇത് തനിയെ പോയി കയറിക്കോളും. അതാണ് റിമോട്ട്. ഇനി ഇതിൻ്റെ എവിടെയാണ് നമ്മൾ ഈ ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്നത്? സോ ഇവിടെ നിങ്ങളൊരു പുഷ് ബട്ടൺ കാണുന്നുണ്ടോ? ഇഫ് യു പുഷ് ഹിയർ യു ക്യാൻ ഓപ്പൺ ദിസ് ഡോർ. ഇതിനകത്ത് ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഡസ്റ്റ് ബിൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ടേക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഡസ്റ്റ് ബിൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ. സോ ഇതിനകത്താണ് നമ്മൾ ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത്. സിൻസ് ദിസ് ഇസ് എ വെരി സ്മോൾ ഡസ്റ്റ് ബിൻ, യു ഹാവ് ടു ക്ലീൻ ഇറ്റ് ഫ്രീക്വൻറ്റ്ലി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സക്ഷൻ്റെ പവർ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക. തിരിച്ചിതുപോലെ വെച്ചിട്ട് യു ക്യാൻ ക്ലോസ് ദ ഡോർ. ഒന്ന് പ്രസ് ചെയ്യണം എന്നേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെയായിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ 2 വീലും ഉണ്ട്, അതുപോലെ 2 ബ്രഷും ഉണ്ട്. ഓക്കെ, ഈ ബ്രഷും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ 2 ചെറിയ ഹോള് കണ്ടോ, ഇതിലേക്കാണ് നമ്മൾ മോപ്പിംഗ് പാഡ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അതിൻ്റെ അടിയിൽ. സോ ഈ വീലിങ്ങനെ മൂവ് ചെയ്തോളും, ഇത് സക്ഷൻ ചെയ്തോളും, മോപ്പിംഗ് പാഡ് വെച്ച് കഴിഞ്ഞാൽ മോപ്പ് ചെയ്ത് തന്നോളും. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങളോടൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ചെറിയൊരു വാട്ടർ ടാങ്ക്. ഇതുണ്ടോ, ഇതുപോലെ തന്നെ ഇതിനകത്ത് 350 ml വെള്ളം നമുക്ക് നിറച്ചിട്ട് ഈ ഡസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ സ്ഥലത്ത് അത് മാറ്റിയിട്ട് നമുക്കിത് വയ്ക്കും. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാഡ് ഫിക്സ് ചെയ്തിട്ട് മോപ്പ് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ പരിപാടി. ഇതേ ഉള്ളൂ. 350 ml വെള്ളമേ നമുക്ക് മാക്സിമം ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇത് മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഐറ്റം നേരത്തെ കാണിച്ച ആ ബ്രഷും ഒരു ഫിൽറ്ററും ഒരു മോപ്പിംഗ് പാഡും കൂടെ. അതല്ലാതെ നമുക്ക് അഡീഷണലി ഈ കിറ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു കിറ്റ് 3 വർഷമായല്ലോ, അപ്പോൾ അതിൻ്റെ ബ്രഷൊക്കെ നമുക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു കിറ്റ് ആമസോണിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ യു ക്യാൻ റീപ്ലേസ് ദ ഡാമേജ്ഡ് പാർട്സ്, അതിനൊരു പ്രശ്നമില്ല. ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ പാർട്സ്. ഇനി ഞാനിത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നും പറയാം. ഞാനിത് ഒരു ഡീപ്പ് ക്ലീനിങ് ടൂളായിട്ടല്ല യൂസ് ചെയ്യുന്നത്.
ഡീപ്പ് ക്ലീനിങ്ങിന് ഞാൻ എൻ്റെ നോർമൽ വാക്വം ക്ലീനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആ ഡീപ്പ് ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഉള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് ഒരു ഡേ ടു ഡേ ലൈഫിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോകണം. അങ്ങനെ ഒരു പർപ്പസിനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഡീപ്പ് ക്ലീനിങ്ങിന് കൊള്ളാത്തത് കൊണ്ടല്ല, എൻ്റെ യൂസേജ് ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ഡീപ്പ് ക്ലീനിങ് പർപ്പസ് ഓൾസോ, പ്രൊവൈഡഡ് ഇത് ഹൊറിസോണ്ടൽ സർഫസ് മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ. ഇപ്പം നമുക്കൊരു സ്കേർട്ടിങ്ങിൻ്റെ ഇടയിലുള്ള പൊടി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റെപ്പ് തനിയെ അത് ക്ലൈംബ് ചെയ്യത്തില്ല. സ്റ്റെപ്പെ കയറ്റി വിട്ടാൽ എടുത്തോളൂ. അപ്പോൾ എവറി ടൈം യു ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. അത് സ്റ്റെപ്പിൽ നിന്ന് എടുക്കുന്നു, അടുത്ത സ്റ്റെപ്പെ വെക്കുന്നു, ദെൻ ഇറ്റ് വിൽ ക്ലീൻ. അതല്ലാതെ ഓട്ടോമാറ്റിക്കലി ക്ലൈംബ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി ക്ലീൻ ചെയ്ത ഒരു സർഫസിൽ അടുത്ത ദിവസങ്ങളിൽ, അതായത് നമുക്ക് എപ്പോഴും വീട് ക്ലീൻ ആയിട്ട് കിടക്കണം, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അങ്ങ് പൊടി പിടിച്ചൊരു ഫീൽ ഒരിക്കലും വീട്ടിൽ വരില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു രീതി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു 45 to 50 മിനിറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ വരെ മാക്സിമം എനിക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഒരിക്കലും അങ്ങനെ 45 മിനിറ്റ് താഴെ ഒരിക്കലും പോയതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും അത് കൂടുതലേ ഉള്ളൂ കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് ഇതുവരെ ഓക്കെയാണ്. ഒരു 5-6 hours എടുക്കും ഫുള്ളി ചാർജൊക്കെ കയറി വരാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഇത് വാച്ച് ചെയ്തിട്ടില്ല എത്ര മണിക്കൂർ കൊണ്ട് ഇത് ഫുള്ളി ചാർജ് ആയെന്ന്. കാരണം നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെൻ്റെ ഡോക്കിൽ വന്ന് കയറുമല്ലോ. അപ്പോൾ പിന്നെ അതങ്ങ് ചാർജ് ചെയ്യുവാണ്. പിന്നെ നെക്സ്റ്റ് യൂസ് വരെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി ഒരു 4-5 hours മതിയായിരിക്കണം ഫുള്ളി ചാർജ് ആവാനായിട്ട്. അത് ഞാൻ അത്ര ഒബ്സർവ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ എഡ്ജ് പ്രൊട്ടക്ഷനാണ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഇതുവരെ എഡ്ജിൽ നിന്ന് താഴെ പോയിട്ടില്ല, അതായത് സ്റ്റെപ്പിൻ്റെ എഡ്ജിൽ നിന്നൊന്നും താഴെ പോയിട്ടില്ല. നന്നായിട്ടത് സെൻസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ സെൻസർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ സോ ഫാർ ഇറ്റ് ഈസ് ഗുഡ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ടൈമിൽ ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റിമോട്ടിൽ നമുക്ക് ടൈം സ്കെഡ്യൂൾ ചെയ്യാമെന്ന്, അങ്ങനെ ചെയ്തിട്ടിട്ട് പോകും. അതായത് ഇപ്പോൾ രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യണം എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലാണെങ്കിൽ യു ഹാവ് ടു കീപ് ദ ഡോഗ് ദെയർ. ആ റൂം അങ്ങ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ റൂമിൽ കൂടി ഇതിങ്ങനെ നടക്കും. ചാർജ് തരുമ്പോൾ പുള്ളി തനിയെ വന്ന് കയറിക്കോളും. അപ്പോൾ എല്ലാ ദിവസവും 9:30 ആകുമ്പോൾ ഈ സാധനം ഇറങ്ങി ഏതെങ്കിലും റൂമിലായിരിക്കുമല്ലോ നമ്മൾ സെറ്റ് ചെയ്യണേ, അവിടുത്തെ ക്ലീൻ ചെയ്യും, തിരിച്ച് ഡോക്കിൽ വന്ന് കയറി. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരുമ്പോഴേക്കും അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ റൂം ക്ലീൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളുള്ള ആളാണിത്. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് പറയുമ്പോൾ ഓഫ് കോഴ്സ് ദർ വിൽ ബി ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ്സിനകത്ത് വലിയ ഡീമെറിറ്റ്സ് ഒന്നും എനിക്ക് പറയാനില്ല. 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഒബ്സർവ് ചെയ്തത് മാത്രം പറയാം. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് കാർപ്പറ്റൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ കാർപ്പറ്റിലെ നൂലയിൽ ഇതിൻ്റെ ബ്രഷ് കയറി ചിലപ്പം ഉടക്കും. എപ്പോഴും ഇല്ല, ചിലപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പിന്നെ അത് ഫുൾ വലിച്ചൂരാൻ ഇത്തിരി പാടാം. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ വാട്ട് ഐ ഡു ഇസ് എല്ലാം അങ്ങ് മാറ്റി കൊടുത്തേക്കും. കാർപ്പറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലോറിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അതങ്ങ് ക്ലീൻ ചെയ്ത് പൊക്കോളും. അതവിടെ കിടക്കുമ്പോൾ പിന്നെ നമുക്കൊരു എക്സ്ട്രാ പണിയാണ്. ഇതെങ്ങാനും ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ചെല്ലണ്ടേ. അത് ഒരു ഡ്രോബാക്ക്. രണ്ടാമത്തത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ കോർണറിലുള്ള ഡസ്റ്റിൻ്റെ ആ ഒരു സെക്ഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. ചില സമയം കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓടിച്ചപ്പം ഫുൾ കോർണറൊക്കെ നല്ല ക്ലീൻ അടിപൊളിയായിട്ട് എടുത്തു തന്നു. പക്ഷെ ചിലപ്പോൾ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് എനിക്കതിനൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ചെറിയ കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോബാക്ക് അല്ല, ഇതിൻ്റെ ചോയ്സ് ആയിരുന്നു ഈ ഒരു മോഡൽ. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാലോ, ഇത് അത്ര തിന്നായിട്ടുള്ള ഒരു മോഡലല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലിവിങ് റൂമിലെ ഒരു സോഫയുടെ അടിയിലോട്ട് ഈ സാധനം കയറില്ല. അപ്പോൾ സോഫ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. മറ്റേ സോഫയുടെ അടിയിൽ കയറും, അതായത് ഇതിൻ്റെ അടിയിലോട്ട് കയറും, പ്രശ്നമില്ല. പക്ഷെ അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞല്ല. യു ഹാവ് എ ലോഡ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ. ആമസോണിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഇതിനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് ഉള്ള മോഡലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് റാൻഡം മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു വാക്യൂം ക്ലീനറാണ് എന്ന് പറഞ്ഞാൽ വി കനോട്ട് മാപ്പ് ദ റൂട്ട്. പക്ഷെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസിൽ യു ക്യാൻ മാപ്പ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ വൺസ് യു സെറ്റ് ദ മാപ്പ് അതുവഴി മാത്രമേ ഇത് ഓടത്തുള്ളൂ. ഇതിന് അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് അല്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു ക്യാൻ സേവ് ടൈം, എനർജി ഒക്കെയാണ്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്തൂടെ മാത്രം ഇപ്പോൾ സക്ഷൻ ചെയ്ത് പോയാൽ മതി റെഗുലർലി എങ്കിൽ അത് മാപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കേസിൽ അതെനിക്ക് പറ്റില്ല. ഇത് റാൻഡമായിട്ട് മൂവ് ചെയ്തിട്ടേ എടുക്കുകയുള്ളൂ. അൾട്ടിമേറ്റ്ലി ക്ലീൻ ചെയ്ത് തരുമെങ്കിലും അതിന് ഇങ്ങനെ റാൻഡം മൂവ്മെൻറ്റ്സിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞതല്ല. ഇതിൻ്റെ ഈ V5X എന്ന് പറയുന്ന മോഡലിൻ്റെ രീതി അങ്ങനെയാണ്. അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്.
വേർ യു ക്യാൻ മാപ്പ് ദ റൂട്ട്. അതുപോലെ ലേസർ ഉള്ളതുണ്ട്, അപ്പോൾ ഈ ഡസ്റ്റ് ഇങ്ങനെ സെൻസ് ചെയ്ത് പിടിക്കും, അങ്ങനെയൊക്കെ. ഇത് ഒരു പാവത്താനാണ്, ഇവൻ റാൻഡം മൂവ്മെൻറ്റ്സ് നടത്തി ഡസ്റ്റ് എടുത്തോളും, അങ്ങനെയാണ്. മോപ്പ് ചെയ്യാനാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ ആ പാഡ്, മോപ്പിംഗ് പാഡ് വെച്ച് കൊടുക്കുന്നു, വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, പുള്ളി അതങ്ങനെ പോയി റാൻഡം മൂവ്മെൻറ്റ്സ് ആണ്, ബട്ട് ദെൻ ഇറ്റ് വിൽ ക്ലീൻ ദ ഫ്ലോർ, വെറ്റ് മോപ്പ് ചെയ്തെടുത്തോളും. അത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സും. വളരെ ചെറിയ 1-2 ഡിമെറിറ്റ്സും. ഐ കനോട്ട് കോൾ ഇറ്റ് ആസ് ഡിമെറിറ്റ്സ്, പക്ഷേ ചെറിയ ചില കാര്യങ്ങളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 3 years ബിഫോർ മേടിച്ചതാണ്. അന്ന് ഇതിന് 16,900 ആയിരുന്നു റേറ്റ് എങ്കിലും 1,000 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ട് ആമസോണിൽ വന്നിട്ടുണ്ടായി. സോ ഐ ബോട്ട് ഇറ്റ് അറ്റ് 15,900. ഇന്നലെ ഞാൻ നോക്കിയപ്പോഴും അഗെയിൻ 15,900 ഈ വേർഷൻ, ദിസ് മോഡൽ ഈസ് അവൈലബിൾ ഇൻ ആമസോൺ അറ്റ് 15,900. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതാണോ നിങ്ങൾ മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈസ് ദിസ് ദ റൈറ്റ് വൺ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റിസർച്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞങ്ങൾ നന്നായിട്ട് ഒരു ഫീഡ്ബാക്ക് എടുത്തു, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. ഇത് യൂസ് ചെയ്യുന്ന അധികം ആൾക്കാർ അന്ന് 3 years ബിഫോർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവരെ തപ്പിപ്പിടിച്ച് ചോദിച്ചു, റിവ്യൂസ് വായിച്ചു, കുറച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ മോഡൽ എടുത്തത്. ഡിപ്പെൻഡിങ് ഓൺ 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ഹൗ ആം ഐ ഗോയിങ് ടു യൂസ് ഇറ്റ്. 2, ഫൈനാൻസ്, അതായത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് വി ഓപ്റ്റഡ് ദിസ് വൺ. അതുപോലെ യു ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീപ് ക്ലീനിങ്ങിനാണോ, സോഫയുടെ അടിയിലോട്ടൊക്കെ തനിയെ കയറി പോകണോ, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലീനിങ് ആണോ നിങ്ങൾക്ക് ആവശ്യം, ഡു യു നീഡ് ദ ലേസർ ടു ഡിറ്റക്ട് ഡസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു മച്ച് ഓഫ് ഓപ്ഷൻസ്, അങ്ങനെയാണെങ്കിൽ ഒരു മിഡ് വേരിയൻ്റ് ഒക്കെ പോരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഓഫ് കോഴ്സ് ഇസ് എ ഫാക്ടർ, ആൻഡ് ദെൻ യു ഷുഡ് തിങ്ക് അബൌട്ട് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്, എന്നിട്ട് നിങ്ങളൊരു നല്ല മോഡൽ ചൂസ് ചെയ്യുക. ആൻഡ് എ ജനറൽ തിങ് ഐ വോണ്ട് ടു സേ ഇസ്, ഇതെല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണം വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്ര റിലാക്സ്ഡ് ആവുന്നത്. ലൈക്ക് എല്ലാ ദിവസവും വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു വരില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കിതുള്ളത് കൊണ്ടാണിത് ചെയ്യേണ്ടത്. അതർവൈസ് ഐ മേ ഹാവ് ടു അതുകൊണ്ട് ഇത് കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ ഇവനെ എടുത്ത് അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ, അങ്ങനെ. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി എ യൂസ്ഫുൾ വീഡിയോ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്, ഐ വിൽ ആൻസർ ഇറ്റ്. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും യൂസ്ഫുൾ ആവട്ടെ നിങ്ങൾക്ക്. താങ്ക് യു. ബൈ.